So the next topic in fifth module is regarding optical communication. So before going to the block diagram of optical communication, let's see what is optical communication or what is optical fiber communication system. In case of optical fiber communication is actually a wired communication system where data is transmitted through optical fibers, and the data is transmitted through optical fibers in the form of light. But in case of normal wired communication, it is transmitted in the form of voltage or current. But here it is transmitted in the form of light. Why we are using light as a medium, not as a medium, in the form of data is the speed of light is high compared to other form of data. The speed of light is 3 into 10 raised to 8 meter per second. അപ്പോൾ അത്രയും സ്പീഡിൽ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് കൊണ്ടാണ് ഡേറ്റ ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. So that is optical communication. Now, what are the advantages of optical communication? അതാണ് നമുക്കിനി നോക്കേണ്ടത്. So, the first advantage is wide bandwidth and greater information capacity. Wide bandwidth means the data can be transmitted using all the available frequency which is allocated for or which is available for light spectrum. ലൈറ്റ് ആണല്ലോ, ലൈറ്റിൻ്റെ ഫോമിലാണ് നമ്മൾ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിന് ഉള്ള ഫുൾ ബാൻഡ് വിഡ്ത്ത് എനിക്ക് എന്തിന് യൂസ് ചെയ്യാം? ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതായത് എനിക്ക് എന്ത് പറയാം? ബാൻഡ് വിഡ്ത്ത് ഈസ് ഹയർ ഇൻ കേസ് ഓഫ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ. അതേസമയം നമ്മൾ ഫ്രീക്വൻസി FDMA പറയുവാണെങ്കിൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സ് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു? ഫ്രീക്വൻസി നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി FDMA പറയുമ്പോൾ തന്നെ ഓരോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇപ്പോൾ ടെലിവിഷനിലാണെങ്കിൽ നമ്മളൊരു ഫ്രീക്വൻസി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രീക്വൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വേറൊരു കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതായത് ടെലിവിഷനിൽ യൂസ് ചെയ്യുന്ന സാധനം സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി എനിക്ക് വേറൊരു പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ തന്നെ എന്തുണ്ട്? ഒരു കൺജഷൻ പ്രോബ്ലം വരുന്നുണ്ട്, ഫ്രീക്വൻസി സ്പെക്ട്രത്തിൻ്റെ കൺജഷൻ വരുന്നുണ്ട്. പക്ഷെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ എന്ത് വരുന്നില്ല? അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നില്ല. ഒന്നാമത് വയേർഡ് കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ എന്ത് വരത്തില്ല? വേറൊരു ഈ സ്പേസിൽ വരുന്ന പോലൊരു ഇൻ്റർഫറൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ വരുന്നില്ല. അത് കാരണം തന്നെ എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫുൾ ബാൻഡ് വിഡ്ത്ത് എന്ത് യൂസ് ചെയ്യാം? ഡേറ്റ ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ടു ക്രോസ് ടോക്ക്. ഇമ്മ്യൂണിറ്റി ടു ക്രോസ് ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ വയേർഡ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ കണ്ടക്റ്റിംഗ് വയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, വെൻ എ കറണ്ട് ഇസ് പാസിംഗ് ത്രൂ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണെങ്കിൽ ആൻഡ് EMF ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യും? അതിന് ചുറ്റും ജനറേറ്റ് ചെയ്യും. അങ്ങനത്തെ രണ്ട് കണ്ടക്ടേഴ്സ് അടുപ്പിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ എന്തുണ്ടാവും? ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും. അതായത് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റ തമ്മിൽ എന്തുണ്ടാവും? ഒരു ഇന്റർഫറൻസ് ഉണ്ടാവും. ഇവിടെ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്ന ഗ്ലാസ് ഓർ പ്ലാസ്റ്റിക് ആണ്, വിച്ച് ആർ ഇൻസുലേറ്റേഴ്സ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന കണ്ടക്ടേഴ്സ് അല്ല, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഇൻസുലേറ്റർ എന്ന് പറയുന്നത്, വിത്ത് റെസ്പെക്ട് ടു ഇലക്ട്രിസിറ്റി. അപ്പോൾ എന്തില്ല? അപ്പോൾ ഈ നോർമൽ വയേർഡ് കമ്മ്യൂണിക്കേഷനിൽ, അതായത് ഒരു കണ്ടക്ടർ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ക്രോസ് ടോക്കും ഇന്റർഫറൻസും ഒന്നും എവിടെ വരത്തില്ല? ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷനിൽ വരത്തില്ല. നെക്സ്റ്റ് ഈസ് ഇമ്മ്യൂണിറ്റി ടു സ്റ്റാറ്റിക് ഇന്റർഫറൻസ്. സ്റ്റാറ്റിക് ഇന്റർഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ മാൻമെയ്ഡ് നോയ്സ് അല്ലെങ്കിൽ അതുപോലെ വരുന്ന എന്തെങ്കിലും മാൻമെയ്ഡ് നോയ്സ്, ഒരു നിയർ ബൈ ഇരിക്കുന്ന ഒരു മോട്ടർ കാരണോ റിലേ കാരണോ അങ്ങനെയൊന്നും വരുന്ന നോയ്സ് എന്തിൽ വരത്തില്ല? ഒപ്റ്റിക്കൽ ഫൈബറിൽ വരില്ല. പിന്നെ പറയുന്ന എൻവയോൺമെന്റൽ ഇമ്മ്യൂണിറ്റി, ദാറ്റ് മീൻസ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ വിയർ ആൻഡ് ടിയർ, അങ്ങനെ വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ ഒത്തിരി അധികം ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ ഹീറ്റ് സിങ്ക് യൂസ് ചെയ്യുന്നുണ്ട്.
in order to reduce the heat produced in that circuit. അങ്ങനത്തെ പ്രശ്നം ഇവിടെ വരുന്നില്ല, ഇവിടെ ഇല്ല. ദെൻ സേഫ്റ്റി ആൻഡ് കൺവീനിയൻസ്. നമ്മൾ വൺസ് ഇപ്പം നമ്മുടെ ഇലക്ട്രിക്കൽ വയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറേ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് അല്ലേ, കറണ്ട് നമ്മുടെ ബോഡിയിലോട്ട് പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ നോർമൽ ഇലക്ട്രിക് സർക്യൂട്ടിലുണ്ട്. അതൊന്നും ഇവിടെ ഇല്ല, ഓപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ്റെ കേസിൽ ഇല്ല. ഇനി നമ്മൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ there are so many passive elements like resistor, capacitor, inductor. In all these cases there will be voltage drop across these passive elements. അപ്പൊ അങ്ങനത്തെ ഡ്രോപ്പ് ഒന്നും എവിടെ വരുന്നില്ല, ഈ കേസിൽ വരുന്നില്ല. സോ ട്രാൻസ്മിഷൻ ലോസ് ഈസ് ലെസ് കമ്പയർഡ് ടു നോർമൽ വയർഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എന്നാ നോർമൽ വയർഡ് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടാപ്പിംഗ് പോയിന്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സിഗ്നൽസിനെ അതിൽ നിന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ എന്തില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല. നമ്മളൊരു ടാപ്പിംഗ് പോയിന്റ് വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, ലൈറ്റ് ആണ്. ആ ലൈറ്റിൽ നിന്ന് അത് ഡിമോഡുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്. അപ്പോൾ നൗ ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് ഇറ്റ് ഈസ് എക്കണോമിക്. എക്കണോമിക് എന്ന് പറയുമ്പോൾ ഒരിക്കലും ഓർക്കരുത് വളരെ ലോ കോസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമാണെന്ന്. ഇവിടെ വരുന്ന മെയിൻ്റനൻസും പ്രോബ്ലംസും കുറവായത് കാരണം അത് നമുക്ക് എന്താണെന്ന് പറയാം, എക്കണോമിക് ആണെന്ന് പറയാം. അതിന്റെ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഒക്കെ എന്ത് തന്നെയാണ്, ഹയർ തന്നെയാണ്. കാരണം സ്പെഷ്യലൈസ്ഡ് ടൂൾസും എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റിൽ ഫർദർ വരുന്ന കോസ്റ്റ് എന്തായിരിക്കും, കുറവായിരിക്കും. ആ ഒരു സെൻസിൽ നമുക്കത് എക്കണോമിക് ആണെന്ന് പറയാം. ഇനി ഇൻ അഡീഷൻ ടു അഡ്വാൻറ്റേജസ് ദർ ഈസ് ഡിസഡ്വാൻറ്റേജസ്. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷനിൽ നമുക്കറിയാം ദ പ്രിൻസിപ്പിൾ ഓഫ് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഈസ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. അതായത് നമ്മുടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, സിഗ്നൽ അവിടെ പോയി ഹിറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബറിന് ഒരു ലിമിറ്റിൽ കൂടുതൽ ബെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ദ ആംഗിൾ മേ ചേഞ്ച് ആൻഡ് ദർ മേ ബി ലീക്കേജ് ഓഫ് ഡേറ്റ. അല്ലെങ്കിൽ പ്രോപ്പർ ആംഗിൾ അല്ലെങ്കിൽ പ്രോപ്പർ ട്രാൻസ്മിഷൻ അവിടെ നടക്കില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം എന്തുണ്ട്, ഈ ഓപ്റ്റിക്കൽ ഫൈബറിന്റെ കേസിൽ ഉണ്ട്. ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് സ്പെഷ്യലൈസ്ഡ് ടൂൾസും എക്യുപ്മെന്റ്സും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒപ്റ്റിക്കൽ ഫൈബറിനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും അതിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുവാണെന്നുണ്ടെങ്കിൽ അത് എല്ലാം റിട്ടൈൻ ചെയ്യാനും നമുക്ക് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ കുറെ ഡിസഡ്വാൻറ്റേജ് എന്തുണ്ട്, ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷന് ഉണ്ട്. സോ നെക്സ്റ്റ് ഈസ് ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഒപ്റ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനകത്ത് രണ്ട് പോർഷനാണ് കൊടുത്തേക്കുന്നത്. ഇത് ട്രാൻസ്മിറ്റർ ആൻഡ് ദിസ് ഈസ് റിസീവർ ആൻഡ് ദിസ് വൺ ഈസ് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ. സോ ഫസ്റ്റ് ഈസ് അനലോഗ് ഓർ ഡിജിറ്റൽ ഇന്റർഫേസ്. നമുക്ക് വരുന്ന നോർമലി as we know the data is in the form of analog signal. Either we can convert it into digital for security purpose or we can transmit it as analog signal. So next is a voltage to current converter and then a light source. The purpose of voltage to current converter is നമുക്ക് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് ലൈറ്റ് ആയിട്ടായത് കാരണം നമ്മൾ എന്ത് യൂസ് ചെയ്യും, ലൈറ്റ് സോഴ്സ് യൂസ് ചെയ്യും, ലൈക്ക് LED ഓർ ലേസർ. നോർമൽ ലേസർ ഈസ് പ്രിഫേർഡ് സിൻസ് ഇറ്റ് ഈസ് പോയിന്റഡ് സോഴ്സ് ഓഫ് ലൈറ്റ് കമ്പയർഡ് ടു LED. നമുക്ക് എത്രയും പോയിന്റഡ് ആയിട്ടാണോ അത്രയും പോയിന്റഡ് ആണ് വേണ്ടത്. ആൻഡ് ഇൻ കേസ് ഓഫ് ലൈറ്റ് സോഴ്സ് the intensity of light generated will depends on the current provided to the light source. അപ്പോൾ നമ്മൾ അതിലോട്ട് കൊടുക്കുന്ന കറണ്ടിന്റെ ഇന്റൻസിറ്റിക്ക് കറണ്ടിന്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും ലൈറ്റ് ഇന്റൻസിറ്റി. എനിക്ക് ഡേറ്റ എങ്ങനെയാണ് വേണ്ടത്, ഒരു ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ ഇപ്പൊ ഇതാണ് നമ്മുടെ കയ്യിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ എങ്കിൽ ഡേറ്റയുടെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്ന അനുസരിച്ച് ലൈറ്റ് ഇന്റൻസിറ്റി കൂടണം, ആംപ്ലിറ്റ്യൂഡ് കുറയുന്ന അനുസരിച്ച് ലൈറ്റ് ഇന്റൻസിറ്റി എന്ത് ചെയ്യാം, കുറയുകയും വേണം. സോ അപ്പോൾ അതിനനുസരിച്ച് ലൈറ്റ് വേരി ചെയ്താൽ മാത്രമേ എനിക്ക് പ്രോപ്പറായിട്ട് തന്നെ റിക്കവർ ചെയ്യാനും പറ്റത്തുള്ളൂ റിസീവർ സൈഡിൽ. അപ്പോൾ അങ്ങനെ ഒരു വേരിയേഷൻ നമുക്ക് വേണമെന്നുള്ളപ്പോൾ കറണ്ടിൽ അതേ വേരിയേഷൻ വേണം. അപ്പോൾ കറണ്ടിനെയാണ് ലൈറ്റ് സോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ എന്ന് പറയാം. അല്ല വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടർ എന്ന് പറയുന്നത് നമുക്കൊരു ഓപ്പ് ആംപ് സർക്യൂട്ട് വെച്ച് ഡിസൈൻ ചെയ്യാവുന്ന ഒരു സിമ്പിൾ സാധനമാണ്. അതൊരു വലിയ ഒരു സർക്യൂട്ടൊന്നും അല്ല. അപ്പോൾ അത് ഇതിനോട് അനുബന്ധിച്ച് വരുന്ന ഒരു സാധനമാണ്. നമ്മൾ കൊടുക്കുന്ന സിഗ്നലിനെ ഒരു വോൾട്ടേജ് ടു കറണ്ട് കൺവേർട്ടറിൽ അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പ് ആമ്പിൽ പാസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് കറസ്പോണ്ടിങ് കറണ്ട് കിട്ടും. അത് നമ്മൾ ലൈറ്റ് സോഴ്സിലേക്ക് കൊടുക്കുമ്പോൾ ലൈറ്റ് സോഴ്സ് വിൽ പ്രൊഡ്യൂസ് ലൈറ്റ് ഇന്റൻസിറ്റി വിച്ച് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡേറ്റ സിഗ്നൽ. ദെൻ എ സോഴ്സ് ടു ഫൈബർ interface. The output of light source is a light which is proportional to data.
Now we have to point this light into the optical fiber in a particular angle such that total internal reflection should take place within this optical fiber. നമ്മൾ ഒരു ഡേറ്റ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒപ്റ്റിക്കൽ ഫൈബറിനുള്ളിൽ എന്ത് നടക്കണം? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. ആ ഒരു രീതിയിലോട്ട് എനിക്ക് അതിനകത്തോട്ട് പോയിന്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എനിക്കിതിനെ ഫോക്കസ് ചെയ്ത് ആ നമ്മുടെ ഒപ്റ്റിക്കൽ ഫൈബറിലേക്ക് പാസ് ചെയ്യണം. ആൻഡ് ദ ഒപ്റ്റിക്കൽ ഫൈബർ ഈസ് എ വെരി തിൻ വിച്ച് ഇസ് തിന്നർ ദാൻ അവർ ഹ്യൂമൻ ഹെയർ എന്നാണ് പറയുന്നത്. അപ്പം അത്രയും പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് സം ഇന്റർഫേസിങ് ഡിവൈസസ് ലൈക്ക് ലെൻസ്. ലെൻസ് എന്താ ചെയ്യുന്നത്? അതിന്റെ ഫോക്കൽ പോയിന്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ഇന്റർഫേസ് യൂസ് ചെയ്ത് നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യും. ദെൻ വി വിൽ പ്രൊവൈഡ് ഇറ്റ് ടു ദ optical fiber. Now there is a signal regenerator at a particular distance. അതായത് സിഗ്നലിൽ എന്തെങ്കിലും ലോസ് വരുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മളത് ഇന്റർമീഡിയറ്റ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്ന കണക്ക് എന്ത് ചെയ്യും? സിഗ്നൽ റീജനറേറ്റർ അല്ലെങ്കിൽ റിപ്പീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും? അതിനെ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്, ഒത്തിരി ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ. ദെൻ അറ്റ് ദ റിസീവിംഗ് എൻഡ് ദർ ഈസ് ഫൈബർ ടു ലൈറ്റ് ഡിറ്റക്ടർ ഇന്റർഫേസ്. ഫൈബറിൽ നിന്ന് വരുന്നത് വെരി തിൻ ആയിട്ടുള്ള ഒരു പോയിന്റഡ് ആയിട്ടുള്ള ലൈറ്റ് ആണ്. അതിന് എനിക്ക് എന്ത് ചെയ്യണം? ലൈറ്റ് ഡിറ്റക്ടറിലോട്ട് കൊടുക്കണം. ലൈറ്റ് ഡിറ്റക്ടർ മേ ബി സംതിങ് ലൈക്ക് എ PIN ഡയോഡ്, ഒരു ഡയോഡ് പോലത്തെ സാധനമായിരിക്കാം. അതിന്റെ ഡിപ്ലീഷൻ ലെയറിലേക്കാണ് എനിക്ക് ലൈറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒത്തിരി പോയിന്റഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പോയിന്റിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ലൈറ്റ് വീഴത്തുള്ളൂ. അതിന് കറസ്പോണ്ടിങ് എന്ത് ചെയ്യത്തുള്ളൂ? കറണ്ട് ജനറേറ്റ് ചെയ്യത്തുള്ളൂ. സോ ആ ഡിപ്ലീഷൻ ലെയറിന്റെ ഫുൾ ഏരിയയിലോട്ട് നമ്മളതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ ഫുൾ ഏരിയയിലോട്ട് നമ്മളതിനെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? ഫൈബർ ടു ലൈറ്റ് ഡിറ്റക്ടർ ഇന്റർഫേസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റിനെ കുറച്ചും കൂടെ നമ്മൾ സ്പ്രെഡ് ചെയ്ത് ആ ഫുൾ ഡിപ്ലീഷൻ ലെയറിലേക്ക് നമ്മളതിനെ കോയിൻസൈഡ് ചെയ്യിപ്പിക്കും. ദെൻ ഇറ്റ് വിൽ ജനറേറ്റ് എ കറണ്ട്. ആൻഡ് ഇൻ ഓർഡർ ടു മെഷർ അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു റിക്കവർ ദ ഡേറ്റ വി വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു വോൾട്ടേജ്, കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടർ. കറണ്ട് ടു വോൾട്ടേജ് കൺവേർട്ടറിന് എന്ത് ചെയ്താൽ മതി? നമ്മളൊരു ലോഡ്, ഫോർ എക്സാമ്പിൾ ഒരു റെസിസ്റ്റർ കൊടുക്കുകയാണെങ്കിൽ കറണ്ട് റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വോൾട്ടേജ് കിട്ടും. Now we can convert, if it is an analog data, into digital, and if the received data is digital, we can convert it into analog or in the required form. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത്? ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതതിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാമാണ് നമ്മളിതിനകത്ത് പറഞ്ഞേക്കുന്നത്.